ഈ മനോഹരമായ പ്രഭാതത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് യാത്ര ആരംഭിക്കുമ്പോൾ മരങ്ങളുടെ വളർച്ചയെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കാം. ഒരു ശക്തമായ വൃക്ഷം ക്രമേണ വളരുന്നത് പോലെ ആയിരിക്കണം വിപണിയിൽ നമ്മുടെ സാമ്പത്തിക വിജയവും. കാലക്രമേണ വികസിപ്പിച്ച ആഴത്തിലുള്ള വേരുകൾ ഏത് കൊടുങ്കാറ്റിനെയും നേരിടാനുള്ള ശക്തി നൽകുന്നു. നമ്മുടെ അറിവും ക്ഷമയും ഈ വേരുകളാണ്. അവ നമ്മെ ദൃഢമായി ഉറപ്പിച്ചു നിർത്തുന്നു. മരത്തിന് ഇലകൾ എന്ന പോലെ നമ്മുടെ കഴിവുകളും തന്ത്രങ്ങളും സമൃദ്ധവും സുപ്രധാനവുമാണ്. അവ നമ്മുടെ വളർച്ചയെ നിലനിർത്തുന്നു. വളരെ വേഗത്തിൽ വളരുന്ന വൃക്ഷം വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ മന്ദഗതിയിലുള്ള സ്ഥിരതയുള്ള വളർച്ച ശാശ്വത ശക്തിയും പ്രതിരോധ ശേഷിയും ഉറപ്പാക്കുന്നവയാണ്. മുന്നോട്ടുള്ള ഓരോ ചുവടും നിങ്ങളുടെ അടിത്തറയെ ശക്തിപ്പെടുത്തുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ക്രമാനുഗതമായ പുരോഗതി സ്വീകരിക്കുക. ക്ഷമയോടെ സ്ഥിരോത്സാഹത്തോടെ അചഞ്ചലമായി മുന്നേറുക. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് നമുക്ക് ശക്തരും സമ്പന്നരുമായി ഉയരാം. സ്ഥിരമായ വളർച്ചയുടെയും സ്ഥായിയായ വിജയത്തിൻ്റെയും മറ്റൊരു ദിവസം ഇതാ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ജൂൺ 13 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ S&P 500 നസ്ദാക്കൊക്കെ, അതായത് US മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഉയർന്നിട്ടുണ്ട് എന്നാണ് ന്യൂസുകൾ പറയുന്നത്. ദെൻ കുവൈറ്റിൽ ഒരു ഫയർ ട്രാജഡി, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഒരു ബിൽഡിങ്ങിന് തീപിടിച്ചിട്ട് 49 പേരാണ് മരിച്ചിരിക്കുന്നത്. അതിൽ 41 ഇന്ത്യക്കാരുണ്ട്. ആ ഇന്ത്യക്കാരിൽ 11 പേര് നമ്മുടെ ഈ കേരളത്തിൽ നിന്നുള്ളവരാണ്. എന്തായാലും അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇന്ന് വേൾപൂൾ 361, പേടിഎം, റെഡ് ടേപ്പ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നോക്കാവുന്നതാണ്. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഡോ ജോൺസ് ശരിക്കും പറഞ്ഞാൽ 35 പോയിന്റ് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 45 പോയിന്റ് ഗ്രീനിലാണ്. നസ്ദാക്ക് 264 പോയിന്റ് ഗ്രീനിലാണ്. ഡോ ജോൺസ് മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിക്കി അതുപോലെ ചൈനയുടെയും എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ്. ചൈനയുടെ ഹാങ്സങ് 238 പോയിന്റ് റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 23,445 ഇന്ന് ഓപ്പൺ ആയത് 6 പോയിന്റ് താഴെയായിട്ട് 23,439 23,468 ഇതുവരെയുള്ള ടൈമിനിടയിൽ ഡേ ഹൈ വന്നിട്ടുണ്ട്. 23,435 ഡേ ലോയും വന്നിട്ടുണ്ട്. അതായത് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ അതിനുശേഷം ഇപ്പോൾ കറന്റ് ട്രേഡിംഗ് നടക്കുന്നത് 23,465 അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്നും 26 പോയിന്റ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. സോ 6 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലും ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ടാണ് വന്നിട്ടുള്ളത്. സോ അതേ ഒരു ഫോർമാറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ US ഫെഡ് പ്രസ് കോൺഫറൻസ്, ഓസ്ട്രേലിയ വെസ്റ്റ് പാക്ക് കൺസ്യൂമർ കോൺഫിഡൻസ്, ഓസ്ട്രേലിയ എംപ്ലോയ്മെന്റ് ചേഞ്ച്, ജർമ്മനി ഹോൾസെയിൽ പ്രൈസസ്, ഇത്രയും ഇവന്റുകളാണ് ഇന്ന് വരാനുള്ളത്. പ്രധാനപ്പെട്ട റിസൾട്ട് വരുന്ന സ്റ്റോക്കുകൾ പരശുനാഥ് ഡെവലപ്പേഴ്സ്, മൈൽ സ്റ്റോൺ ഫർണിച്ചർ, ഈ 2 കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. FNO ബാനിൽ വന്നിരിക്കുന്ന ബാൽറാം ചിനി മിൽസ്, GMR ഇൻഫ്ര, ഹിന്ദ് കോപ്പർ, ഇന്ത്യ സിമെന്റ്, സീൽ ഇന്നത്തേക്ക് ഒഴിവായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 426 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 233 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ടോട്ടൽ 660 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 10,830 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,770 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയിരിക്കുന്നത്. ടോട്ടല് 909 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ നടന്നിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 23,344 ഓപ്പണായിട്ട് 20 പോയിന്റ് നഷ്ടത്തിൽ 23,324 ക്ലോസ് ചെയ്തു.
ദെൻ 5 ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റ് ബുള്ളിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റിയിൽ 14 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ജൂൺ മാസത്തിലും നിഫ്റ്റിയിൽ 14 പോയിന്റിൻ്റെ നഷ്ടം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ CPR നോർമലായിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ CPRനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നോർമൽ CPR ആണ്. അപ്പോൾ എന്തായാലും ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം നമുക്ക്. ഇന്ന് വിക്സ് ഓപ്പൺ ആവേണ്ടത് 14.39 ഒരു ശരാശരി വിക്സ് ആണ്. ഇൻട്രാഡേ ട്രേഡിങ്ങിന് പറ്റിയ രീതിയിലുള്ള ഒരു വിക്സ് ആണ് ഇപ്പം മാർക്കറ്റിലുള്ളത്. സോ വോളാറ്റിലിറ്റി കുറവായിരിക്കും, എന്നാലും ഒരു കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് എടുക്കാൻ എല്ലാവരും സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.9 ആണ്. ഇത് ക്ലിയർലി ന്യൂട്രൽ മൂവ്മെന്റ് ആണ്, ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് 23,500 91 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. പുട്ടാണ് കൂടുതൽ റൈറ്റ് ചെയ്ത് 23,000 1 കോടി പുട്ട് റൈറ്റിംഗ് ഉണ്ട്. ഇന്നലത്തെ മാർക്കറ്റിലെ ബാങ്ക് നിഫ്റ്റി 37 പോയിന്റ് പ്രോഫിറ്റിലാണ് അവസാനിച്ചത്. ഫിൻ നിഫ്റ്റി 41 പോയിന്റ് പ്രോഫിറ്റിലാണ്. സെൻസെക്സും നിഫ്റ്റിയാണ് ഇന്നലെ ലോസ് ഉണ്ടാക്കിയത്. സെൻസെക്സ് 72 പോയിന്റ് ലോസിലാണ് അവസാനിച്ചത്. അതേപോലെ മിഡ് ക്യാപ്പ് 88 പോയിന്റ് പ്രോഫിറ്റിലാണ് അവസാനിച്ചത്. ദെൻ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഏകദേശം ഇന്നലെ 23,449 വരെ കയറിയിട്ട് 499 നമ്മുടെ ടാർഗറ്റ്. 23,499. അപ്പോൾ ഇത് ടച്ച് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒരു കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു മാസം മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഞാനൊരു ഫാൾസ് പ്രോമിസിംഗ് ഒന്നും നിങ്ങൾക്ക് തരുന്നില്ല, ഇത് ടച്ച് ചെയ്തിട്ടേ പോവുള്ളൂ എന്ന രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുവരെയുള്ള നമ്മുടെ എല്ലാ മാസവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഒഴികെ ബാക്കി എല്ലാ മാസവും ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഈ മാസവും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കരുതി ആരും എന്താ പറയുക ലോങ് പൊസിഷൻ ഹോൾഡ് ചെയ്യുകയൊന്നും ചെയ്യരുത്. ഇനി അത് ടച്ച് ചെയ്തതിന് ശേഷം ഫർദർ അപ്രാലി ഉണ്ടെങ്കിൽ ഈ മാസം 24,404 വരെയൊക്കെ കയറി പോകേണ്ടതാണ്. സമയം ഒരു 10 ദിവസത്തോളം ഉണ്ട്. പോവുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ കയറി പോയേക്കാം. ഇനി അതല്ല ഫോൾ ആണെങ്കിൽ ഇവിടെ ഒരു നാരോ CPR ആണ് മന്ത്ലി ലെവലിൽ വന്നിരിക്കുന്ന. വളരെ നാരോ ആയിട്ടുള്ള ഗ്യാപ്പിലാണ് CPR ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഒരു വൊളാറ്റൈൽ മാർക്കറ്റിനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം നോ ട്രേഡ് സോണിന്റെ അകത്താണ് CPR ഉള്ളത്. മന്ത്ലി ലെവലിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇത് കണ്ടില്ലേ, ഇതേപോലെ വലിയ മൂവ്മെന്റുകൾ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു CPR ഈ രീതിയിൽ വരുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു 3-4 ക്യാൻഡിൽസ് അങ്ങോട്ട് ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് നേരെ ഇങ്ങനെ വന്നു, ഇവിടുന്ന് ഇങ്ങനെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഇനി ഈ ഓൾ ടൈം ഈ ഒരു മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. അതാണ് നമ്മുടെ മുന്നിലുള്ള ആവശ്യം. ഇനി ഒരു ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, കുറേ ദിവസമായിട്ട് ഇപ്പം 1-2 ഇന്നലെ അടക്കം 3-ാമത്തെ ദിവസമാണ് നിഫ്റ്റി റേഞ്ച് ബോണ്ടായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നോക്കാം, നല്ല രീതിയിലൊരു മൂവ്മെന്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ഒരു റെസിസ്റ്റൻസ് പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ യെസ്റ്റർഡേ ഹൈ വരുന്ന ഈ ഒരു സോൺ റെസിസ്റ്റൻസ് ആയിട്ട് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടിയാലുള്ള സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇതൊരു 23,450 440 എന്നുള്ളത് ഒരു നല്ല കടുകട്ടി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ദെൻ നോ ട്രേഡ് സോൺ ഡിഫൈൻ ചെയ്യേണ്ടത് അപ്പർ CPR മുതൽ ബോട്ടം CPR വരെയുള്ള ഈ ഒരു സോണാണ്. 23,368 മുതൽ 338 വരെയുള്ള ഒരു 30 പോയിന്റിന്റെ ഇടയിൽ നമ്മൾ എൻട്രി എടുക്കാതെ ഒഴിവാക്കി നിർത്തുന്നു. ഇതിൽ അപ്പർ സൈഡിലേക്ക് കട്ട് ചെയ്യുമ്പോൾ മുകളിലോട്ടുള്ള പൊസിഷൻ എടുക്കാം, താഴോട്ട് പോകുമ്പോൾ താഴോട്ടുള്ള പൊസിഷൻ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ എൻട്രി സെറ്റപ്പിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇനി ഇന്ന് മാർക്കറ്റ് ഫോള് വരികയാണെങ്കിൽ 23,166 149 എന്ന ഈ സോണിലാണ് വന്നിട്ട് മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഈ രീതിയിൽ ഇവിടെയാണ് വന്നിട്ട് അവസാനിക്കാൻ സാധ്യതയുള്ളത്. ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്നത് ഇവിടെയാണ് 23,149. ഇനി അതല്ല മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരു റെയർ കേസിൽ 23,624 ടച്ച് ചെയ്തേക്കാം. ഈ ഹയർ നമ്മുടെ റാസ് ലെവൽസിന്റെ ടോപ്പ് ലെവൽ ടച്ച് ചെയ്തേക്കാം. ഇന്നലെ ആ ഒരു സംഭവം കിട്ടിയിരുന്നു നമുക്ക്. ഇന്ന് ഒരു റെയർ കേസിലാണ്, അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ 23,624 വരെ പോയേക്കാം. അല്ലെങ്കിൽ ഒരു ശരാശരി മൂവ്മെന്റ് ആണെങ്കിൽ 23,498 അതായത് 23,500 ഈ ലെവല് ഒന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റിൽ റിജക്ഷൻ വന്നേക്കാം. ഇനി ഫർദർ നോ ട്രേഡ് സോണിൽ നിന്നും മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് കാണുന്ന പോലെയാണെങ്കിൽ US മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡിലാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സെൻസിലാണ് കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. നെസ്ഡാക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ IT സെക്ടർ പോസിറ്റീവ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ കേസ് ഒരു നോ ട്രേഡ് സോൺ 23,368 മുകളിൽ ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഫർദർ 23,498 ടച്ച് ചെയ്യാൻ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ CPRന്റെ ഒക്കെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും താഴോട്ടുള്ള ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കേണ്ടി വരും.
എന്തായാലും ലൈവ് മാർക്കറ്റിൽ ഇപ്പം ന്യൂസിൻ്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക നേരെയായി വരണം എന്നില്ല, അപൂർവമായിട്ട് നേരെയായി വന്നേക്കാം. അത് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊള്ളുക, അല്ലെങ്കിൽ ഒഴിവാക്കിയേക്കുക. ഓൾറൈറ്റ്, അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.